കൊള്ളാം കേട്ടോ. ശരി. അപ്പോൾ അങ്ങനെയാണ് MS ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഇപ്പോഴും ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുകയാണ്. അതാ ഇവിടെ വേറെ അടുത്ത ടീമുകളുണ്ട്. എന്താ ചേട്ടൻ്റെ പേര്? യദു. എവിടെ? ഇവിടെ തന്നെയാണ് സ്ഥലം? തൃശ്ശൂർ തന്നെ. ശരത്ത്. കുറേ കൊല്ലമായോ ഇല്ല? പുലികളി. അപ്പം ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ചൊരു പുലികളി നടന്നൊരു കൊല്ലം എന്ന് പറയുന്നത് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് അത് വെറൈറ്റി അല്ല, പുലിക്കളിയല്ല. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിവിടെ ശക്തൻ ഇതിൻ്റെ ഉള്ളിൽ കോർപ്പറേഷനൊക്കെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇക്കൊല്ലം അതില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഗാനമേള ഉണ്ടാവും. ഗാനമേള ആ വൈബ് അത് നമുക്ക് ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ആസ്വദിച്ചറിയണം. അതെ. നമുക്ക് ഓണം അവസാനിക്കുന്നത് അതിലാണ്. ഗാനമേളയും കൂടെ. ഗാനമേളയല്ല, എന്തെങ്കിലും പരിപാടി, ഏതെങ്കിലും പരിപാടിയും എല്ലാം കൂടി. പുലിക്കളി നമ്മുടെ മെയിനാണ്. അതെ, എല്ലാം കൂടി. പക്ഷെ അതാണ് ഏറ്റവും അവസാനം നമ്മളെല്ലാം കൂടിയിട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണതാണ് ഒരു വൈബ്. ഒരു 12 മണി സമയത്ത് വീട്ടിൽ കയറി ചെന്ന് സുഖമായി കിടന്ന് ഉറങ്ങാൻ, രാവിലെ ജോലിക്ക് പോവുക. അടിപൊളി. ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ നിങ്ങൾ തൃശ്ശൂർക്കാരാവണം. തൃശ്ശൂർക്കാരനല്ലെങ്കിലും നമുക്ക് പുലികളിയും പൂരവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പുലിക്കളി ഇവിടെ അവസാനിക്കും. ഇത് കഴിഞ്ഞാൽ ഇത് അവസാനിച്ച് ഞങ്ങൾ അങ്ങോട്ട് കയറും. പുലിക്കളിയുടെ എഫേർട്ട്, എല്ലാവരും എഫേർട്ട് ഭയങ്കരമായിട്ടാ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യം പുലി അവിടെ. അതിലെല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷെ ഇക്കൊല്ലം ഇതിനേക്കാളും വലിയ വയറ് എന്താണെന്നറിയാം, ഇതിനേക്കാളും വലിയ വയറ് കണ്ടപ്പോൾ എനിക്ക് ഈഗോ അടിച്ചു. അതാണ് പ്രശ്നം. ഞാൻ അടുത്ത കൊല്ലത്തേക്ക് വയറൊന്നും വലുതാക്കും. ഞങ്ങളൊക്കെ എയർ പിടിച്ചിരിക്കണതാ. ആണോ? ഞങ്ങളൊക്കെ വയർ ഗംഭീര വയറാ. എന്നൊന്ന് അറിഞ്ഞാടണ്ടേ? എന്നാലും അടിച്ചു കയറി വരണ്ട്. അതൊക്കെ വരണം. സമയമില്ല. അതൊക്കെ എന്തായാലും അടുത്ത കൊല്ലം ഞാൻ എന്തായാലും വയറ് വലുതാക്കി വരാം. ചേട്ടന് കാണുമോ? ഞാൻ വരേണ്ട കാര്യം അടുത്ത കൊല്ലം എന്ന പ്രതീക്ഷയാണ് ഓരോ പുലികളി കഴിയുമ്പോഴും ബാക്കിയാകുന്നത്. നമ്മളെ ജീവിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഓരോ ഉത്സവത്തിന്റെയും വലിയ സന്ദേശം എന്ന് പറയുന്നത്. അടുത്ത ഓണത്തിന് കാണാം, അടുത്ത വിഷുവിന് വീണ്ടും കാണാം, അടുത്ത ക്രിസ്മസിന് വീണ്ടും കാണാം, അടുത്ത ബക്രീദിന് വീണ്ടും കാണാം എന്ന് പറയുന്ന വാക്യങ്ങൾ തന്നെ വരാനിരിക്കുന്ന ഓരോ ആഘോഷങ്ങളുമാണ് നമ്മളെ കൂടുതൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും കൂടുതൽ കൂട്ടായ്മകളിൽ അഭിരമിക്കാൻ പ്രേരിപ്പിക്കുന്നതും എന്നത്. ഈ നിമിഷങ്ങളിൽ അല്പസമയത്തിനകം നമ്മൾക്ക് പോകേണ്ടത് മേഘ്ന മുരളിയിലേക്ക്, അതേപോലെ തന്നെ ആന്റണി ജിസ് ജോർജിലേക്ക്, അതേപോലെ തന്നെ നന്ദകിഷോർ അഭിനേതാവിലേക്ക്, ലിബിൻ നവാസിലേക്ക്, എല്ലാവരിലേക്കും നമ്മൾക്ക് പോകേണ്ടതുണ്ട്. ഈ ദൃശ്യങ്ങൾ